ഞങ്ങളെ ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ പറയുവാനായിട്ടാണ്. അതായത് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം, ഇന്നലെ ഓട്ടോ സഭയിലെ ഫാദർ ഡോക്ടർ തോമസ് അമൈലിൻ്റെ ഒരു പ്രസംഗം കേട്ടു. അതിന് മറുപടി കൊടുക്കാതിരിക്കാനൊക്കത്തില്ല. അതുകൊണ്ടാണിപ്പോൾ വന്നത്. അതായത് ലോകത്തിലെ ആദ്യത്തെ പാപം നടന്നത് സാത്താൻ സ്ത്രീയെ അടുത്ത് പാമ്പിൻ്റെ രൂപത്തിൽ ചെന്നിട്ട് അവളെ പറഞ്ഞു മനസ്സിലാക്കി അവളെ പാപം ചെയ്യാനായിട്ട് പ്രലോഭിപ്പിച്ച് അവളെ കൊണ്ട് പാപം ചെയ്യിച്ചു. എന്നാൽ ഇന്ന് ഓർത്തഡോക്സ് സഭയിൽ സ്ത്രീകളെ കൊണ്ട് പാപം ചെയ്യാനും വേണ്ടാത്ത ചെയ്യിക്കാനുമായിട്ട് വഴിതെറ്റിക്കാനുമായിട്ട് സാത്താൻ പാമ്പിൻ്റെ രൂപത്തിലല്ല പുരോഹിതന്മാരുടെയും മെത്രാന്മാരുടെയും വേഷം ധരിച്ചാണ് വന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാകും. ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് ഓർത്തഡോക്സ് സഭയിലെ മർത്തമറിയ സമാജ സ്ത്രീകൾക്ക് നേതൃത്വ പരിശീലന ക്യാമ്പ്, അതെന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയില്ല. ആയിക്കോട്ടെ, അവിടെ പുരുഷന്മാർക്ക് ഒന്നുമില്ല. അത് കഴിഞ്ഞ് അത് പലയിടത്തും നടന്നു. അത് കഴിഞ്ഞിട്ട് ലോക മർത്തമറിയ സമാജം സമ്മേളനം കേരളത്തിൽ നടന്നു. അതൊക്കെ അതിൻ്റെയൊക്കെ നിങ്ങൾ കാണണം, കണ്ടിട്ട് അത് മനസ്സിലാക്കിയാൽ മതി. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ആരാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നത്? മെത്രാന്മാരും പുരോഹിതന്മാരും, പുരോഹിതവർഗം. എന്താണ് സ്ത്രീകളെ കൊണ്ട് നേതൃത്വ പരിശീലനം ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നത്? അവർ ഈ വീടുകൾ നേതൃത്വം കൊടുക്കണോ, അല്ലെങ്കിൽ ഇടവകയിലോ സഭയിലോ ഭദ്രാസനത്തിലോ നേതൃത്വം? അപ്പോൾ ലോക മർത്തമറിയ സമാജത്തിൻ്റെ സമ്മേളനത്തിൽ പറഞ്ഞു, ഒരു സ്ത്രീ പറഞ്ഞു, ഞങ്ങൾ എല്ലാ തൊഴിലും ജോലി ചെയ്യുന്നുണ്ട്, ലോകത്തിൻ്റെ നാനാഭാഗത്ത്. ഞങ്ങൾക്ക് ഇന്ന സഭയിലെ ഇന്ന പോസ്റ്റ് വരെ കൈകാര്യം ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ നല്ല കാര്യം, ചെയ്യട്ടെ. അപ്പോൾ ഇന്നലെ ഡോക്ടർ ഫാദർ അമൈൽ ഒരു പ്രസംഗം നടത്തിയ സ്ഥലത്ത് ഞാൻ കണ്ടത്, കുറേ സ്ത്രീകൾ വെള്ള വസ്ത്രം ധരിച്ച് ദേവാലയത്തിനകത്തിരിക്കുന്ന ഫാദർ അമൈൽ അവരോട് സഭാകാര്യം, അതായത് സഭ വളരെ പ്രശ്നങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അതായത് ഞാൻ ചോദിക്കുന്നത്, ഈ സ്ത്രീകളെ വിളിച്ചിരുത്തി അവർ ജ്ഞാനപ്രസംഗം പറഞ്ഞായിരിക്കും മറിച്ചിരിക്കുന്നത്. അതിന് പകരം അവിടെ സഭയുടെ കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ മനസ്സിൽ കുത്തിത്തിരിക്കറ്റുക. വേണ്ടാത്തതല്ല. സഭ ഇങ്ങനെയാണ്, നമ്മുടെ സഭ ഇതാണ്, നമ്മുടെ സഭ ഇതങ്ങനെയാണ്, ഇങ്ങനെ യഥാർത്ഥ കാര്യം ഫാദർ അമൈൽ പറയുന്നില്ല. എന്തിന് ഫാദർ അമൈൽ സ്ത്രീകളോട് ഇത് പറയണം? ഞാൻ ചോദിക്കട്ടെ, ഓർത്തഡോക്സ് സഭയിൽ ഉള്ള പുരുഷന്മാർ ഹിജറകളല്ല. അവർ വേറൊരു കാര്യമുണ്ട്. എന്തുകൊണ്ട് ഈ പുരോഹിതവർഗം പുരുഷന്മാരുടെ അടുത്ത് ഒന്നും പറയുന്നില്ല? കാരണം പുരുഷന്മാരോട് നികട്ട ചിലപ്പോൾ മനസ്സിലാക്കി തിരിച്ച് ചോദ്യം ചെയ്തെങ്കിലോ, സ്ത്രീകളാകുമ്പോൾ ഒന്നുമില്ല, അവർ കണ്ണടച്ചങ്ങ് വിശ്വസിച്ചോളും. അത് ഇന്നത്തെ കാലത്ത് നമ്മൾ പേപ്പറിലൊക്കെ കാണുന്ന ഒരു സംഭവമാണ്. അതാണ്, കണ്ണടച്ചങ്ങ് വിശ്വസിച്ചോളും. സ്ത്രീകളോട് ആരെന്ത് പറഞ്ഞാലും അവരതിന് പുറകെ തിരിച്ചോളും. അതാണ് ഇന്ന് സഭയിൽ നടക്കുന്നത്. ഇവിടെ കുറേ സ്ത്രീകളുള്ള വസ്ത്രം ധരിച്ച് അവിടെ ഇരിക്കുന്നു ഫാദർ അമൈൽ സഭയുടെ കാര്യം അങ്ങനെ ഇങ്ങനെ. അതായത് ക്രിസ്തുവിൻ്റെ പാരമ്പര്യത്തിൽ നിന്നുണ്ടായതാണ് പുരോഹിതന്മാർ, അങ്ങനെ ഇങ്ങനെ. എന്നാൽ ഞാൻ ചോദിച്ചിട്ട് അതിൻ്റെ പറയുന്നുണ്ട്, ഞങ്ങൾ തോമാസ് ലീഗ സ്ഥാപിച്ച സഭ ഫാദർ അമൈൽ
താങ്കൾ പറ. 1950 വർഷത്തിന് മുമ്പ് തോമസ് ലീഗ ഇന്ത്യയിൽ വന്നു, കേരളത്തിൽ വന്നു എന്ന് പറയുന്നു. എങ്കിലന്ന് പള്ളിയിൽ സ്ഥാപിച്ചതല്ലാതെ ഏതെങ്കിലും സഭ സ്ഥാപിച്ചായിട്ട് തങ്ങൾക്ക് ഏതെങ്കിലും ഒരു തെളിവ് തരാമോ? ഉണ്ടോ? ഇതുവരെ ആരും പറഞ്ഞില്ല. ഏതെങ്കിലും സഭ ഉണ്ടാക്കിയോ? ഇല്ല. പിന്നെ തോമസ് ലീഗ സഭയില്ലാത്തടത്ത് ഓർത്തഡോക്സ് സഭയിലെ കാതോലിക്കയ്ക്ക് അദ്ദേഹത്തിൻ്റെ സീറ്റ് കൊടുത്തേച്ച് പോയി. ഇതൊക്കെ നീയൊക്കെ പറ. നീ ആരെ പറഞ്ഞു മനസ്സിലാക്കുന്നത്? ഇതൊക്കെ ഇന്ന് അന്ത്യകാലമായപ്പോൾ നീയൊക്കെ ഇതല്ല. ഇതിൻ്റെ അപ്പുറത്തെ പറയും ഫാദർ അമ്മയിൽ ഡോക്ടറേറ്റ് എടുത്തത് ഏത് വിഷയത്തിലാണെന്ന് ഫാദർ തോമസ് അമ്മയിൽ പറയാതെ ഞാൻ പറയാം. അദ്ദേഹം പുരോഗനായി കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടറേറ്റ് എടുക്കാൻ തീരുമാനിച്ചത് കാതോലിക്കായി എങ്ങനെ കൈകാര്യം ചെയ്താൽ എൻ്റെ കാര്യം നടന്നു കിട്ടും. അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്ത് വെറുതെ ഒന്നുമല്ല, അത് സാധിക്കുകയും ചെയ്തു. സഭയുടെ ഒന്നാന്തര സ്ഥാനത്ത് എന്തിനാണ് കാതോലിക്ക എവിടെ പോയാലും അതിൻ്റെ പുറകിലുണ്ട്. കാതോലിക്ക എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞാൽ അവിടെ ചെല്ലും. അപ്പോൾ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, പരിശുദ്ധ തിരുമേനി പറയുന്നുണ്ട് എന്തിനാണ് ഇത്ര ഓടുന്നതെന്ന്. പക്ഷേ എൻ്റെ കടമയാണ്. അതുകൊണ്ട് എന്തുവാ സാധിച്ചു. റഷ്യ, ഇറ്റലി, പോപ്പ് എല്ലാം സൗകര്യമായി പോയി കണ്ടു. അല്ലെങ്കിൽ ഇവൻ്റെ ജന്മത്തെ കാശ് മുടക്കി കാണാനൊക്കെ അല്ലേ? വേറെ എത്ര പുരോഹിതന്മാരുണ്ടായിരുന്നു? ആരെങ്കിലും പോയപ്പോൾ ആർക്കെങ്കിലും ഇപ്പം സീനിയറായിട്ട് പുരോഹിതന്മാരുണ്ട്, ആരെങ്കിലും പോയില്ല. അപ്പം ഇതൊക്കെ ഈ കള്ളന്മാർ കള്ളത്തരം പറഞ്ഞ് മനുഷ്യ വിദ്യകളാക്കുന്നു. ഇപ്പോൾ ഓർത്തഡോക്സ് സഭയിൽ സ്ത്രീകളെ കൈകാര്യം ചെയ്യുക, സ്ത്രീകളെ പറഞ്ഞ് മനസ്സിലാക്കുക, അവരെ ആത്മീയകാര്യം വന്നിവിടെ പറഞ്ഞു കൊടുക്കുന്ന സഭ. ഇനിവരൊക്കെ ചിന്തിക്കുന്ന സഭ തോമസ് അമ്മയിൽ പറയുന്നു സഭയിലെ അവസാന വിശ്വാസി. എടാ നീയൊക്കെയാണ് അവസാനത്തെ വിശ്വാസി ഇനി ഉണ്ടാകത്തില്ല. നീയൊക്കെ പള്ളിയുടെ വാതിൽക്ക് കാവലിരിക്കേണ്ടി വരും. ഇനി ഞാൻ പലപ്പോഴും പറഞ്ഞു, ഇപ്പോൾ വിശ്വാസികൾ കുറവും ഇടയന്മാർ കൂടുതലുമാണ്. നീയൊക്കെ എല്ലാ ആണ്ടിലും 4 സെമിനാരികളിൽ നിന്ന് അടിച്ചിറക്കുന്ന യുവന്മാർക്ക് സ്ഥലം കൊടുക്കണ്ടായോ, സൗകര്യം കൊടുക്കണ്ടായോ, ജോലി കൊടുക്കണ്ടായോ, ശമ്പളം കൊടുക്കണ്ടായോ? ഇപ്പോൾ സഹോദരങ്ങളുടെ പള്ളി പിടിച്ചു വലിക്കുന്നു. അതേക്കുറിച്ചാണ് ഈ ഫാദർ അമ്മയിൽ ഇത്ര വലിയ കരപ്പ്. ഓർത്തഡോക്സ് സഭ തോമസ് ലീഗ സ്ഥാപിച്ചാണെന്ന് നീ പറയുന്നു. എന്തുകൊണ്ട് പത്രോസ് സ്ഥാപിച്ച സഭയല്ല യാക്കോബ സഭ? പത്രോസ് അവിടെ പോയിരുന്നു എന്ന് തന്നെ അറിയറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്തുവാണ് നീ വെല്ലുവിൻ്റെ കാര്യം എന്തിനാണ് അന്വേഷിക്കുന്നത്? നീ ആദ്യം പറ, തോമസ് ലീഗ സ്ഥാപിച്ച സഭയാണോ നിൻ്റേത്? ആണെങ്കിൽ നീ എനിക്ക് തെളിവാ. നിൻ്റെ കാതോലിക്ക തരത്തില്ല. കാരണം കാതോലിക്കയ്ക്ക് ദ്രവ്യം പിന്നെ പബ്ലിസിറ്റി. ദ്രവ്യം എവിടെയുണ്ടോ അവിടെ പോയി കൈവിട്ടുമാരും എവിടെ പോകുന്നു അവിടെ പബ്ലിസിറ്റി വേണം. ഇതേ ഉള്ളൂ. സുഖജീവിതം നയിക്കണം, അത്രേ ഉള്ളൂ. കുന്നുകുളത്തുകാരനല്ലേ യൂലിയോസിൻ്റെ, വട്ടക്കള്ളൻ യൂലിയോസിൻ്റെ അടുത്തുള്ള ആളല്ലയോ യൂലിയോസ് മെത്രാന്. അവൻ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ലയിക്കിപ്പോയി വട്ടക്കോട്ടയിൽ ഷമ്മാശനുമായിട്ട് കയറി ഇന്ന് പോയ കാഴ്ചകൾ കാണേണ്ടതാണ്. യൂലിയോസിനെ കുറിച്ചാണെന്ന് പറഞ്ഞത്. എങ്കിലും ഞാൻ പറഞ്ഞു, ഇന്ന് സഭയെ നശിപ്പിക്കാനായിട്ട്, അതായത് സാത്താൻ ആദിയിൽ ഹവ്വായെ കൊണ്ട് പാപം ചെയ്യിച്ചതുപോലെ തന്നെ ഓർത്തഡോക്സ് സഭയിലെ സ്ത്രീകളെ കൊണ്ട് പാപം ചെയ്യിക്കാനും, കുടുംബകലഹം, സ്ത്രീകളെ നെടുകയും കുറിയും അവരുടെ പുറകെ വിളിച്ചുകൊണ്ട് പോകുന്നു. കുടുംബത്തിൽ ആരുണ്ട്? കുഞ്ഞുങ്ങളുണ്ട്. ഇവരുടെ കാര്യം ആര് നോക്കും എന്ന് ഞാൻ ചോദിക്കുന്നു. ഈ പുരോഹിതന്മാരുടെ കല്യാണം കഴിച്ച പുരോഹിതന്മാരുടെ ഏതെങ്കിലും ഭാര്യമാർ അവിടെ ചെല്ലുന്നുണ്ടോ ഇതിനകത്ത്? ഇല്ല, വരത്തില്ല. അവർക്ക് അവരുടെ കാര്യമുണ്ട്, അവരുടെ കുഞ്ഞുങ്ങളെ നോക്കണം. ഇത് രാഷ്ട്രീയക്കാരുടെക്കാർ കഷ്ടമാണ്.
അപ്പോൾ ഇച്ചിരി പറയുന്നുള്ളൂ. ഞാൻ പറഞ്ഞത് നല്ല കാര്യം. ഓട്ടോ സഭ ഈ കഴിഞ്ഞ ദിവസം കാതോലിക്ക ദിനം ഒരു ദേവാലയത്തിൻ്റെ വാതിൽക്കൽ കൂടെ ഞാൻ പോവുകയാണ്. വേറൊന്നുമല്ല, എൻ്റെ ഇടവകയിലെ ദേവാലയത്തിലെ താഴെ കൂടെ ഞാൻ 10 മണിക്ക് വരുമ്പോൾ ദേവാലയത്തിൽ കുർബാന തീർന്നിട്ടില്ല. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ OBPS പിള്ളേരെ കൊണ്ട് കുറേ നേതാക്കന്മാർ കൊടിയും പിടിപ്പിച്ച് വഴിയെ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്നു. എൻ്റെ കുർബാന കാണണ്ടായ പിള്ളേർ. അത് തന്നെയല്ല, അതിന് മുമ്പത്തെ ദിവസം ഞാൻ കണ്ടു ദേവാലയത്തിനകത്ത് OBPS. അതിന് മുമ്പ് വലിയ ഹോളുണ്ട്, അവിടെ നടന്നുകൊണ്ടിരുന്ന OBPS. അതും അവിടെ നടത്തരുതെന്ന് നല്ലവരായ ആൾക്കാർ പറഞ്ഞതാണ്. ആ പുരോഹിതൻ കേട്ടില്ല. എന്നിട്ട് ആ ശനിയാഴ്ച അവിടെ കല്യാണമുണ്ടായിരുന്നു, ഹോള് ബുക്ക് ചെയ്തു. അപ്പോൾ ഈ പിള്ളേർ 5, 6, 7 വയസ്സുള്ള പിള്ളേർ, അവരെ OBPS നിങ്ങൾ എന്ത് കുന്തമാണ് പഠിപ്പിക്കുന്നത്? അവരെ നിങ്ങൾ ബൈബിൾ പഠിപ്പിക്കുന്നു, അതോ മാതാപിതാക്കന്മാരോട് പറഞ്ഞാൽ കേൾക്കണം? എന്ത് നിങ്ങൾ പഠിപ്പിക്കുന്നത്? ഈ പഠിപ്പിക്കുന്നവർ നല്ലതല്ല. പിന്നെങ്ങനെ ഇവർ കൊച്ചു കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്തോ പഠിപ്പിക്കുന്നത്? ആ സമയം കുഞ്ഞുങ്ങൾ വീട്ടിൽ അപ്പൻ്റെ അമ്മയുടെയും കൂടെ അവർ പറയുന്നത് കേട്ട് അവരെ അനുസരിച്ച് അവിടെ കണ്ട് ജീവിക്കേണ്ട സമയമാണ്. ഇനി പുരോഹിതവർഗം മുഴുവൻ കുഞ്ഞുങ്ങളെ അവിടെ ഇവിടെയും ഇന്ന് മാവേലിക്കലാണ്, മറ്റേ പന്തളത്തെ ഇവിടെ പിടിച്ചോട്ട് പോവുക. എന്താ നിങ്ങൾ ചെയ്യുന്നത്? പിന്നെ പറയും കൂനിയെ നിവർത്തിയെന്ന്. അതാർക്കറിയാമത്? ഇന്ന് സഭയിൽ വിശ്വാസമെന്നും പറഞ്ഞൊരു കാര്യമുണ്ട്. ആ വിശ്വാസം പറഞ്ഞ് വെറുതെ മനുഷ്യവിദ്യയൊക്കെ വിശ്വാസം ആർക്കാവുള്ളത്? ഈ പുരോഹിതവർഗത്തിന് ദൈവത്തിൽ വിശ്വാസമില്ല. അല്ലാതെങ്കിൽ അന്ന് ദൈവത്തെ ക്രൂശിക്കത്തില്ലായിരുന്നു. ഇന്നും അത് തന്നെയാണ്. ഇന്ന് വിശ്വാസികൾക്ക് ദൈവത്തിലല്ല വിശ്വാസം, പുരോഹിതരും മെത്രാന്മാരിലുമാണ്. അവർ ഏത് തരം ചെയ്താലും പറയും, സാരമില്ല, ദൈവം അവരോട് ചോദിച്ചോളും, എനിക്ക് ഈ മെത്രാൻ തന്നെ മതി എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം നടത്താൻ. ഞാൻ ചോദിക്കുന്നത്, ദാവീദ് ദേവാലയം പണിയാനായിട്ട് ആലോചിച്ചപ്പോൾ ദൈവം നാഥാൻ പ്രവാചകനെ പറഞ്ഞിട്ട് പറഞ്ഞു, നീ പണിയണ്ട, കാരണം നിൻ്റെ കൈ രക്തക്കറ പുരണ്ടതാണ്. അങ്ങനെയെങ്കിൽ ഈ മ്ലേച്ഛതകൾ പ്രവർത്തിക്കുന്ന പുരോഹിതവർഗം ഒരു കല്യാണം, ഒരു മാമോദിസ, ഒരു കുർബാനയോ ചൊല്ലിയാൽ ദൈവം അതിൽ പ്രീതിപ്പെടുമോ? ദൈവം അതിനെ അനുഗ്രഹിക്കുമോ? നിങ്ങൾ എത്ര ചിന്തിച്ചാൽ മതി. വിശ്വാസികൾ നിങ്ങളെ കണ്ണടച്ച് ഇവൻ്റെയൊക്കെ പുറകെ പോയി ആ എല്ലാ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ആചരിച്ചു കൊണ്ടിരിക്കുകയും നല്ല കാര്യം. നിങ്ങൾ രക്ഷപ്പെടുക, എനിക്ക് രക്ഷപ്പെടണ്ട. നിങ്ങളെല്ലാം പോയി കഴിഞ്ഞാൽ നരകത്തിൽ അധികം ആൾക്കാർ കാണുന്നത് ഞാൻ മാത്രമേ കാണത്തുള്ളൂ. അവിടെ ആ തീച്ചുള്ളത് എളുപ്പം ഞാനങ്ങ് തേച്ച് ഇല്ലാതാകും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പോവുകയും. എന്നാലും നിങ്ങളുടെ പള്ളിപിടുത്തം, സഹോദരങ്ങളെ പീഡിപ്പിക്കുന്നത് നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ ഫാദറാമയിൽ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾ കാണുമത്, നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ.